പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു വാരഫലം. വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് 2025 ഡിസംബർ മാസം 9-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ. അതായത് 1201 വൃശ്ചിക മാസം 23-ാം തീയതി ചൊവ്വാഴ്ച മുതൽ 29-ാം തീയതി തിങ്കളാഴ്ച വരെയുള്ള ശുഭാശുഭ ഫലങ്ങൾ. വർഷം വൃശ്ചിക മാസം 29 ദിവസം മാത്രമേ കാണുന്നുള്ളൂ. മറിച്ച് തുലാം ധനു ഒക്കെ തന്നെ 30 ദിനങ്ങളാണ്. വൃശ്ചിക മാസം 29 ദിനങ്ങളായി കാണപ്പെടുന്നു. സാധാരണ ചെറിയ രാശികൾ മകരം, കുംഭം, മീനം, ഈ രാശികളെല്ലാം തന്നെ 28, 29, 30 ദിനങ്ങൾ ആയി കാണാം. വൃശ്ചിക രാശി സാധാരണ വലിയ രാശിയാണ്. പക്ഷേ ഈ വർഷം വൃശ്ചിക മാസം 29 ദിനങ്ങളായി കാണപ്പെടുന്നു. ധാരാളം സവിശേഷങ്ങളായ ദിനങ്ങളാണ് വൃശ്ചിക മാസത്തിൽ വന്നത് നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇവിടെ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് അവസാനത്തെ ഈ ഒരു വാരം എപ്രകാരം ശുഭാശുഭങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ്. ഇവിടെ ഈ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക. മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല, ഇടവൻ രാശിയിലും ഗ്രഹങ്ങളില്ല, മിഥുനൻ രാശിയിൽ വ്യാഴമിത അതിചാരം കർക്കിടകത്തിൽ ചെയ്ത് തിരിച്ചു വന്നിരിക്കുന്നു. മിഥുനത്തിൽ വ്യാഴം, പിന്നീട് ചിങ്ങത്തിൽ കേതു, തുലാം രാശിയിൽ ഗ്രഹങ്ങളില്ല, വൃശ്ചികൻ രാശിയിൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, ധനുരാശിയിൽ ചൊവ്വ മാറിക്കഴിഞ്ഞു, ധനുരാശിയിൽ ശക്തനായി, കുംഭത്തിൽ രാഹു, മീനത്തിൽ മാന്തി. ഇവിടെ ഒരു വാരക്കാലത്തെ ശുഭാശുഭം മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും എപ്രകാരമാണ് എന്ന ചർച്ചയാണ് നാം നടത്തുന്നത്. അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ കുംഭൻ രാശിയിൽ രാഹുവുണ്ട്, 2-ാം ഭാവത്തിൽ ശനി, 5-ാം ഭാവത്തിൽ വ്യാഴം, 6-ാം ഭാവത്തിൽ ചന്ദ്രൻ, 7-ാം ഭാവത്തിൽ കേതു, 10-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, 11-ൽ ചൊവ്വ, 12-ാം ഭാവത്തിൽ ഗ്രഹങ്ങളില്ല. ഇവിടെ കുംഭൻ രാശിക്കാർക്ക് പ്രായണ 5-ൽ വ്യാഴം വളരെ അനുകൂലമാണ്. അതിനാൽ പഠനം, ഹയർ സ്റ്റഡീസ്, ഉപരിപഠനം, വിദേശയാത്രകൾ, വിദ്യയുമായി ബന്ധപ്പെടുന്ന ഏത് മേഖലകളിലും എഴുത്താകാം, ഗാനരചയിതാക്കളാകാം, പ്രഭാഷകരാകാം, പ്രാസംഗികരാകാം, ഇവർക്കൊക്കെ തന്നെ തങ്ങളുടെ കഴിവ് അംഗീകരിക്കാൻ വിദേശയാത്രയ്ക്കൊക്കെ വളരെ അനുകൂലമായ സമയമാണ്. പലപ്പോഴും വീട് വിട്ട് നിൽക്കുക, തൻ്റെ പ്രിയപ്പെട്ട അമ്മയെ മാറി നിൽക്കുക, അമ്മയെ ശുശ്രൂഷിക്കാനുള്ള അവസരം കുറയുക, ഇതൊക്കെ ധനുരാശിക്കാർക്ക് വരും. തൻ്റെ കർമാധിപൻ 11-ലാണ്. ധാരാളം ശത്രുക്കളുണ്ടാകും, പക്ഷേ ശത്രുക്കളെയൊക്കെ നശിപ്പിക്കും 11-ലെ ചൊവ്വ. ജൈവേദ ഏകരിബുഹു നരേന്ദ്ര സജീവ ഖ്യാത അഭയ അർത്ഥാന്വിത. 11-ാം ഭാവത്തിൽ ധനുക്ഷേത്രത്തിൽ ചൊവ്വ വരുമ്പോൾ ഏകരിബുഹു എന്ന ഒറ്റ ശത്രുവായിരിക്കില്ല, ധാരാളം ശത്രുക്കളുണ്ടാകും. നരേന്ദ്ര സജീവ കർമ്മമേഖലയിൽ പുത്തൻ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകും. ഖ്യാത അതിൽ പ്രശസ്തി കിട്ടും. അഭയ ഭയമില്ലാതെ സഞ്ചരിക്കും. അർത്ഥാന്വിത ധനവും തനിക്ക് ലഭിക്കും. പല മേഖലകളിലും ജോലി ചെയ്യുന്നവർ, രജിസ്ട്രേഷൻ, രജിസ്റ്റർ ഓഫീസ്, ആധാരമെഴുത്തുമായി ബന്ധപ്പെടുന്ന മേഖലയുള്ളവർക്കൊക്കെ ഈ വാരം കുംഭൻ രാശിക്കാർക്ക് വളരെ അനുകൂലമാണ്. അതിന് പുറമെ ഇവിടെ വളരെ കാര്യമായി ശ്രദ്ധിക്കണം, വില്ലേജ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർക്ക്, തഹസിൽദാർമാർ, ഡെപ്യൂട്ടി കലക്ടർമാർക്കൊക്കെ ധാരാളം കാശ് സമ്പാദിക്കും. ലാൻഡ് എക്വിസിഷനുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലൊക്കെ സജീവമായി ഇടപെട്ട് തനിക്ക് തന്ത്രപൂർവ്വം കാശുണ്ടാക്കാൻ എത്രത്തോളം പറ്റും, അതിനൊക്കെ തന്നെ ഈ വാരം വളരെ അനുകൂലമാണെന്ന് അറിയുക. പിന്നീട് ശത്രുക്കൾ ധാരാളം വരും. അതിനാൽ നിർബന്ധമായും ചൊവ്വാഴ്ച ശത്രു സംഹാര ഗുരുതി പുഷ്പാഞ്ജലി ശത്രുമുട്ടിച്ചാണ്. താൻ ധാരാളമായി അന്യായമായി കാശുണ്ടാക്കുമ്പോൾ ആരെങ്കിലും ഒറ്റിക്കൊടുക്കും. അവിടെ താൻ പിടിക്കപ്പെടാൻ പാടില്ല. കുംഭൻ രാശി നിഗൂഢതകളാണ്. അവർ കാര്യങ്ങൾ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യും. അതിനാൽ ഈ വാരം കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചോളം നല്ല വാരം തന്നെയാണ്. ന്യൂറോ സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കുക. മൂത്രാശയ രോഗങ്ങൾ, മക്കളുടെ വിഷയത്തിൽ ചില പ്രയാസങ്ങളൊക്കെ വരാം, അവരുടെ ആരോഗ്യ വിഷയം, അതും കൂടി ജാഗ്രത പാലിക്കുക. ഭൂമി വാങ്ങാം, ഭൂമി രജിസ്ട്രേഷൻ നടത്താം, ഭൂമിപരമായ ക്രയവിക്രയങ്ങൾക്കും ഒരു ഇളക്കം സംഭവിക്കുന്ന വാരമാണ്. ഉത്സാഹിക്കുക. നന്ദി, നമസ്തേ.